ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ബ്രൗണി വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് പാളിപ്പോയി, ശരി തന്നെയാണ്. പക്ഷേ അത് ഫസ്റ്റ് ടൈമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് സംഭവിച്ചത് എന്നാണ് ശ്വേത പറയാൻ പറഞ്ഞത്. ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഹോം മെയ്ഡ് വീറ്റ് ബ്രൗണി. വീട്ടിലുണ്ടാക്കാൻ കൊള്ളൂല. ഇപ്പൊ ഇന്നിപ്പോ പുള്ളിക്കാരി ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ്. എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന കേസരി കുറെ തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ചും കൂടി എനിക്കൊന്ന് ഈസി ആയിട്ട്, കുറച്ച് സ്ട്രെസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, പ്രശ്നമുണ്ടോ? കേസരി വേണം, കേസരിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, ശ്വേതയുടെ കേസരി സൂപ്പർ സാധനമാണ്. ശരി, ഇത് എന്താ സ്റ്റൈല്? തമിഴ്നാട് സ്റ്റൈലാ, മലയാളി, കേരള? കേസരിയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഓക്കെ, മൈ ബാഡ്. என்ன கஷ்டம்? വെറും പുഴുവാണ് ശരിക്കും. ഞാനും ഇപ്പൊ എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. എന്റെ വീട്ടിലാണെങ്കിലും ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കൂല. കാരണം ഞാൻ വീട്ടിൽ ഒരു പാത്രം പോലും കഴിക്കാത്ത ഒരാളായിരുന്നു മുമ്പ്. ഇപ്പോൾ ടു ബി ഓണസ്റ്റ് ഞാൻ സത്യം പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നു. എല്ലാത്തിനും ഒരു സ്റ്റാർട്ട് ഉണ്ടല്ലോ, പതുക്കെ ആൾക്കാർ ഓരോന്ന് പഠിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ദോശ ചുടുക, ചായ ഉണ്ടാക്കുക, കോഫി ഉണ്ടാക്കുക, ഈ ഹെൽപ്പിംഗ്, പാത്രങ്ങൾ കഴുകി വയ്ക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടീസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. പതുക്കെ അതേപോലുള്ള കുക്കിംഗ് ഒക്കെ പഠിച്ചു വരും. അതിന് കൂടെ സമയം വേണം, മനസ്സിലായോ? ഓക്കെ, സ്റ്റാർട്ട് பண்ணலாமா? என்ன முதல்ல ஓகே கீ போட்டு கீ போட்டாச்சு. இத வந்து ஃபர்ஸ்ட் ஃப்ரை பண்ணி எடுத்துக்கணும். ஓகே, ഇതൊക്കെ ഉണ്ട് അതില്. കിസ്മിസ് മുന്തിരി രണ്ടും ഒന്നല്ലേ? കിസ്മിസ് മുന്തിരി ഒന്നാണല്ലേ? ഇത് കാഷ്യൂ, ഇത് ഡ്രൈ. ഓക്കെ, ഈ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറിയ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. ഈ ഒരു നെയ്യിന്റെ വാസന ഉണ്ടല്ലോ. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഏറ്റവും സൂപ്പറായിട്ട് കഴിച്ച കേസരി എവിടെ നിന്നായിരുന്നു? മീൻസ് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേസരി രാമേശ്വരം. ഞാൻ രാമേശ്വരം കഫേയിൽ പോയി നമ്മൾ കേസരി കഴിച്ചതിനെ പറ്റി ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, കാണാത്തവരെല്ലാവരും പോയി കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്തു, എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചു. ഇത് നെയ്യിൽ മാത്രമല്ലേ ഇത്? ഫുള്ള് ഓയിലൊന്നും ഇല്ലല്ലോ? ഓയിൽ പോട്ടുക്കണം. 3/4 cup of rava and we have to roast it now. ഓക്കെ, ശരിക്കും കേസരി ഉണ്ടാക്കുന്നത് സിമ്പിൾ ആണോ? സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ കേസരി? എത്ര മിനിറ്റ് എടുക്കും ടോട്ടൽ? 20 മിനിറ്റ്സ് ആവും. സൂപ്പർ മണം. നമ്മളത് വറുക്കുക എന്നാണ് അതിന് പറയുന്നത്. പണി കിട്ടിയെന്ന് തോന്നുന്നു. പാല് കുറച്ചേ ഉള്ളൂ. പാല് വാങ്ങിയിട്ട് പറയാം. പാല് കുറച്ചേ ഉള്ളൂ, ബാക്കി നമുക്ക് വെള്ളം ചേർക്കാം. കുഴപ്പമില്ല, നല്ല മുഴുപ്പുള്ള പാലാ. ഞങ്ങളുടെ കണ്ടിലും വേണ്ടോളുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഈ റവയിൽ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഉപ്മാവൊന്നും ആകെ പണ്ട് കഴിക്കാറുണ്ട്, ഇപ്പൊ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഉപ്മാവ്. ചിരിച്ചോണ്ട് കുക്ക് ചെയ്തൂടെ? ചിരിച്ചിട്ട് നമ്മള് പാല് ഒഴിക്കാൻ പോകുന്നു. ഇത്ര പുകയാണോ? ഇത്രയും പുക വരണോ? അത് നമ്മൾ വഴറ്റുന്നു. ഇതില് 1 cup of milk and 1/2 cup of water. எங்களுக்கு எல்லாருக்கும் லூஸாக இருந்தால் பிடிக்கும், அதனால
1 കപ്പ് ഓഫ് മിൽക്ക് 1/2 കപ്പ് ഓഫ് വാട്ടർ. water. ഓക്കെ. പക്ഷെ കേസരി കുറച്ച് കട്ടിയായിരിക്കുന്നതല്ലേ നല്ലത്, കുറച്ച് തിക്കായിട്ട്. അത് നമ്മൾ രാമേശ്വരം രാമേശ്വരം കഫേയിൽ ഫുഡ് ഓവർ റേറ്റഡ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടുത്തെ ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദോശയും പിന്നെ പൂരിയൊന്നും എനിക്ക് അത്ര ഇഷ്ടം. പക്ഷേ ഈ സാധനം ഇവിടുത്തെ കേസരി, അതും സാഫ്രോൺ കേസരി മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാമേശ്വരം കഫേയിൽ എപ്പോഴെങ്കിലും പോകാൻ അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നൈസ് ഈസി റെസിപ്പി. കുറച്ചുകൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്തു. കഴിഞ്ഞ തവണ ബ്രൗണി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് പ്രഷറിലായിപ്പോയി, അതുകൊണ്ടാണ് കുളമായത്. ശരിക്കേ அது நல்லாதான் இருந்தது. ஆட்டாவோட ஸ்மெல் வந்தது, அதனால அப்படி இருந்தது. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മളൊരു ബ്രൗണി, ഒരു വാലന്റൈൻസ് ഡേക്ക് ബ്രൗണി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും പോയി കാണുക. ഭയങ്കര കോമഡിയാണ്. ആക്ച്വലി ഇത് നമ്മൾ ഷുഗർ ആഡ് പണില്ല നിറയെ. அது வெந்ததுக்கு அப்புறம் தான் சுகர் ஆட் பண்ணணும். ഈ ഷുഗറിന് ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെ ഷുഗറിന് പകരം ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേസരി കഴിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, എന്ത് ആഡ് ചെയ്യാൻ പറ്റും? സാപ്പിടക്കൂടാതെ. ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കേസരി കഴിക്കാൻ പാടില്ല എന്നാണ് ശ്വേത പറയുന്നത്, ഡോക്ടർ ശ്വേത. இது கொஞ்சம் ஹார்ட் ஆனதுக்கு அப்புறமா வில் ஒரு 3 மினிட்ஸ் கொஞ்சம் சிம்ல, அப்புறம் நடுவுல வந்து கொஞ்சம் கிளறி விட்டுக்கணும். കിളറി വിട്ടിക്കണോ? ഇതെന്ത് ഭാഷ കച്ചറ? മലയാളത്തിൽ പറ. കുറച്ച് കിണ്ടി വിടണം. മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് വിടുക. കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് അല്ലേ? ഇതല്ലേ? ഓക്കെ. meanwhile നമുക്ക് റേഷ്യോ 1 cup of rava, we have to pour 3 cups of milk. That's kind of like very tasty. But milk ரொம்ப யூஸ் பண்ண வேண்டாம்னா you can reduce it, but அதோட ratio வந்து 1:3. So 1 cup of rava, 3 cups of water or 3 cups of milk can take. இல்லைன்னா ரெண்டும் மிக்ஸ் பண்ணி ஒரு 3 cup வர மாதிரி பண்ணிக்கோ. ஓகே பண்ணிட்டேன். ஷுகர் மெஷர் பண்ணிட்டு ഇவ்வளோ ഷുഗർ പോടணுமா? ഡയബറ്റീസ് ഉള്ളവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. இப்போ வந்து ഇതിലോട്ട് നമ്മൾ சுகர் எங்களுக்கு கொஞ்சம் சுகர் கம்மியா வேணும்ன்றனால நான் வந்து 3/4 கப் ஆஃப் சுகர் எடுத்துக்கேன். ஓகே, 3/4 கப் அதாவது சுகர். எவ்வளோ ரவை எடுத்தனோ அவ்வளோ சுகர் எடுத்துக்கேன். ஓகே. I feel very guilty while making this. Oh my god, so much of sugar. ഗിൽറ്റി പാർട്ടിയാണ്. ഡയറ്റ് തുടങ്ങിയിട്ട് 6 മണിക്ക് 7 മണിക്ക് മുമ്പേ ഫുഡ് കഴിക്കണം, ഡിന്നർ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് മുമ്പേ ഡിന്നർ കഴിക്കും. പിന്നെ ഡിന്നർ കഴിച്ചിട്ട് 10-10:30 ആകുമ്പോഴത്തേക്ക് ഭക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യും. അതാണ് யாரு நான் எப்பவுமே இப்பெல்லாம் கேட்கறதில்ல, முன்ன நான் கேட்டுட்டு இருந்தேன். இப்போ வந்து நேத்து கூட படத்துக்கு போறப்போ எனக்கு பிரியாணி வேணும் அப்படின்னு வாங்கி. അത് ഇന്നലെ നമ്മളൊരു സിനിമയ്ക്ക് പോയത്, അതിൽ ബിരിയാണി കഴിക്കുന്ന സീൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൊതിയായി. പക്ഷെ മിക്കവാറും രാത്രി ഒരു 7 മണിക്ക് മുമ്പേ ഡിന്നർ കഴിച്ചിട്ട് 10:30 ആകുമ്പോഴത്തേക്ക് അടുത്ത ഡിന്നർ, 2 ഡിന്നർ. ആഹാ, കേസരി പായസം പോലെ ആയി. ഞാൻ മസിനെ പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. ആക്ച്വലി നല്ല വാസന വരുത്. സൂപ്പർ. So this stage actually colorக்காக we can add food coloring, but I don't prefer. So கொஞ்சமா கீ எடுத்துட்டு அதே டர்மரிக் ஆட் பண்ணா கலர் ഓ ഓക്കെ. ഇതൊന്ന് കടയിലൊക്കെ അവർ കളർ ആഡ് ചെയ്യും, ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു ഈ കേസരിയുടെ ആ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഗീല് കുറച്ച് മഞ്ഞപ്പൊടി, ടേമറിക് ആഡ് ചെയ്തിട്ടാണ് കളറിന് വേണ്ടിയിട്ട്. നാച്ചുറൽ. ആക്ച്വലി ഈ ടേമറിക്കിലും കളർ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോഴും കുറേ ന്യൂസൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ വിശ്വസിച്ചൊന്നും പേടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഇതേപോലുള്ള മായമൊക്കെ കാണും. ഇவ்வளோ നെയ്യാ? நிறைய போடணும். നെയ്യിൻ്റെ കളിയാണ്. നമ്മുടെ നാച്ചുറൽ ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ?
ഇതെനിക്ക് മാത്രം കഴിക്കാനേ ഉള്ളൂ. കേസരിയുടെ ഏതാണ്ട് കളറായി വരുന്നുണ്ട്. ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ശ്വേതയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഈ ഗീ കുറേ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവരെല്ലാത്തിലും ഗീ ആണ് ഇടുന്നത്. പക്ഷെ അതിനുള്ള ടേസ്റ്റും ഉണ്ട്. അതിൽ ഫ്യൂച്ചറിൽ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ഗീ കഴിക്കുന്നത് നല്ലതല്ല. நீ சாப்பிட்ற ஐஸ்கிரீம் இந்த மாதிரி ஒரு இதை விட is good fat, you can have it. മാഡം പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. അതാ ഉണ്മ. പക്ഷെ ഗീയും അതും ഒരു അളവിൽ കഴിച്ചാലേ അതുള്ളൂ ശരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇവരിപ്പോ ഞാനിപ്പോ സേലത്ത് പോകുമ്പോഴത്തേക്കും ശ്വേത വീട്ടില് സേലത്ത് പോകുമ്പോഴത്തേക്കും അവിടെ മിക്കവാറും എല്ലാത്തിലും ഈ സാമ്പാറിൽ നമ്മള് വിളമ്പിയിട്ട് അതിന് പുറത്തൂടെ കുറച്ച് ഗീ ഒഴിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഗീ ആൻഡ് റോസ്റ്റ് പണിട്ട് കലർന്നിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ കിസ്മിസും നമ്മൾ ആഡ് ചെയ്യും. இன்னும் கொஞ்சம் லூஸா கேசரி வேணும், கொலக்கொலன்னு வேணும்னா இன்னும் கொஞ்சம் கூட தண்ணி போட்டு കുറച്ച് നേരം മൂടി വയ്ക്കാം. കേസരി റെഡി. நான் கொஞ்சம் லூஸா வேணும்க்காக ஐ ஆடட் கொஞ்சம் ஹாட் வாட்டர் and oil. നമ്മുടെ കേസരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടി അല്ലേ? ഓക്കെ, പോതും സാപ്പിടില്ല. വാ, നമ്മൾ കേസരി ഉണ്ടാക്കിയിട്ട് ബൗളിലോട്ട് മാറ്റുകയാണ്. കുറച്ചുകൂടി നട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ശ്വേത ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ കേസരി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ശരിക്കും ഒരു റിഡംഷനാണ്. കഴിഞ്ഞ തവണത്തെ കുക്കി ബ്രൗണി அது எத்தனை டைம் ரெஜிஸ்டர் பண்ண போதும் நீ கேசரி பத்தி சொல்லு പോയെന്നറിയാം ചെറുതായിട്ട്. പക്ഷെ ഇത് നല്ലതായിരിക്കും കഴിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നൈസ്, ആക്ച്വലി നൈസ്, റിയലി റിയലി ഗുഡ്, സൂപ്പർ ആയിട്ട്. ஆக்சுவலி உன் ஃபேஸ்ல எப்பவுமே எந்த இல்ல, எக்ஸ்பிரஷன் actually, உனக்கு நல்லா நாளும் சூப்பரா இருக்கணும். ஓ மை காட், ഔട്ട് ഓഫ് ദ വേൾഡ് അങ്ങനെ കാണിച്ച ഓ മൈ ഗോഡ് എന്നൊക്കെ ഫേക്ക് ആയിരിക്കും. നല്ലതായിരിക്കുമ്പോ എന്റെ நான் ஏன் ஃபுட் சாப்பிடுறப்ப அப்படிதான் சாப்பிடுவேன். ഇല്ല, ആക്ച്വലി നോട്ട് ഫോർ ദ വീഡിയോ, ജസ്റ്റ് ഇല്ല, ഞാൻ ശരിക്കും ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും സൂപ്പറായിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേസരി വലിയ പാടുള്ള സംഭവം എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ഇതേപോലത്തുള്ള ഇനിയും കുക്കിംഗ് വീഡിയോസും ഇതേപോലത്തുള്ള മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.